എല്ലാ ദിവസവും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇന്ന് ചെയ്യുന്ന പെയിൻറ്റിംഗ് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അത്യാവശ്യം സമയമെടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഏതൊരു പെയിൻറ്റിംഗ് തുടങ്ങുന്ന സമയത്തും എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നത്. ഈ ഒരു പെയിൻറ്റിംഗ് എൻ്റെ എക്സ്പെക്റ്റേഷനിലും മേലെയായിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഞാൻ അക്രൈലിക് പെയിൻറ്റിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ സീനറീസ് പെയിൻറ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ച റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അന്ന് കളർ മിക്സിങ്ങോ ബ്ലെൻഡിങ്ങോ അത്ര കാര്യമായിട്ട് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഈ നേച്ചർ പെയിൻറ്റിങ്, സീനറി പെയിൻറ്റിങ് ഇതിനോടൊന്നും താല്പര്യമില്ലാണ്ടായി. അങ്ങനെ ഒട്ടും ചെയ്യാറുമില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത്തരം പെയിൻറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും ഒരു കോൺഫിഡൻസും ഒക്കെയാണ് ഇത്തരം പെയിൻറ്റിങ്സ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും നേച്ചർ പെയിൻറ്റിങ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങും അത്തരത്തിലാണ്. ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത്. ഇത്ര ചെറിയ സർഫസിൽ വരയ്ക്കുന്നതുകൊണ്ട് ഈ ഫ്ലവേഴ്സ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു വലിയ പേജിൽ വരയ്ക്കായിരുന്നു എന്ന്. എന്തായാലും ഇതും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഉറപ്പായും പറയണേ.